ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധി ആയോ നീ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തൻ വാരവിൽ നിന്നങ്കി ശുദ്ധമോ, ഏറ്റവും വെണ്മയായി കാണുമോ. സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ. കർത്തൻ വാരവിൽ നിന്നങ്കി ശുദ്ധമോ, ഏറ്റവും വെണ്മയായി കാണുമോ. സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപകാര ഏറ്റ അങ്കി നീതിക്ക്, കുഞ്ഞാട്ടിൻ രക്തത്തിൽ കളിക്കാം. ജീവനീരൊഴുകുന്നു അശുദ്ധർക്കാർ, കുളിച്ചു ശുദ്ധിയായിടുക. പാപകാര ഏറ്റ അങ്കി നീതിക്ക്, കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം. ജീവനീരൊഴുകുന്നു അശുദ്ധർക്കാർ, കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ
ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. നാം പാടിയതുപോലെ ഒരു ശുദ്ധീകരണത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. പത്രോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ലേവ്യ പുസ്തകത്തിലെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ഇങ്ങനെ എഴുതി ചേർത്തു: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ശ്രേഷ്ഠമായ വാക്കുകൾ, വളരെ ഗൗരവമെടുക്കേണ്ട വാക്കുകൾ. ഇന്ന് രാവിലെ സമയം നാം ഇവിടെ പാടി. ശുദ്ധിക്കായി യേശു സമീപേ വന്നിരിക്കുകയാണ്. കുഞ്ഞാട്ടിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഏത് പാപക്കറകളെയും കഴുകി മാറ്റുവാൻ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴിയും. ഏത് പാപത്തെയും പോക്കുവാൻ കഴിയും. നമ്മുടെ പാപം എത്ര കടുംചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയും. ഈ രാവിലെ സമയം ഒരു ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് നാം പാടി ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരണം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ശക്തമായ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ ഇടയായി. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച വെളിപ്പെടുവാൻ ഇടയായി. ദൈവമാത്മാവാകുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഇവിടെ അനുഭവിപ്പാൻ ഇടയായിത്തീരണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഓർപ്പിച്ചിരിക്കുന്നത്, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അറുത്തു മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും. പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നാം ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പാടി ആരാധിക്കുമ്പോൾ, യേശു കർത്താവിന്റെ നാമം ഇവിടെ ഉയർത്തുമ്പോൾ ആത്മാവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഇവിടെ ശരീരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണം. കൈയടിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ, ശാരീരികമായി ബലഹീനപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മാനസികമായ സ്വാതന്ത്ര്യം അനുഭവിക്കണം. മനസ്സിനെ അസ്ഥിരമാക്കുന്ന അനുഭവങ്ങൾ, മുൻപോട്ട് വിടാതെ മനസ്സിനെ തളർത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കുവാൻ ഇടയാകണം. പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ ഇടയായി തീരണം. വചനം ഇങ്ങനെ പറയുന്ന റോമറിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രമാണം, അതെ, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന. തുടർന്ന് നാം ഇവിടെ ആരാധിക്കുമ്പോൾ പ്രാരംഭത്തിൽ ഒരു ശുദ്ധീകരണത്തിനായി നാം ഇവിടെ ഏറ്റുപാടി. തുടർന്ന് ഇവിടെ ആരാധന ഉയരുമ്പോൾ ആത്മീക സ്വാതന്ത്ര്യം അനുഭവിക്കൂ. ശരീരത്തിൽ വിടുതൽ അനുഭവിക്കണം. പൈശാചിക പോരുകൾ തകർന്നു മാറണം. ദുഷ്ടന്റെ കെട്ടുകൾ അത് പൊട്ടി മാറണം. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? തകർക്കുവാൻ ശ്രമിക്കുന്നതാകുന്ന ദുഷ്ടന്റെ അനുഭവങ്ങൾ, ഓടിച്ചു കളയുവാൻ നിൽക്കുന്ന ദുഷ്ടപ്രവർത്തികൾ, മുൻപോട്ടുള്ള ഗമനത്തെ തടയുന്ന ദുഷ്ടന്റെ പ്രവർത്തികൾ യേശു കർത്താവിന്റെ നാമത്തെ 36-ാം സങ്കീർത്തനത്തിൽ പാടുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഡംബികളുടെ കാല് എൻ്റെ വീട്ടിൻ്റെ നേരെ വരരുത്, അഹങ്കാരികളുടെ കൈ എൻ്റെ വീട്ടിനകത്തേക്ക് വരരുത്. ഇന്ന് പകൽ ആത്മീക സ്വാതന്ത്ര്യം ഇവിടെ ഉയരുമ്പോൾ, നമ്മുടെ ആരാധന ആത്മീക സ്വാതന്ത്ര്യം ഇവിടെ പ്രാപിക്കുമ്പോൾ ഭവനത്തിന് നേരെ ഒരൊറ്റ കാലുകൾ ചലിക്കരുത്. ദുഷ്ടന്റെ കാലുകൾ ചലിക്കരുത്. ദുഷ്ടന്റെ കൈ നമ്മുടെ ഭവനത്തിന്റെ നേരെ വരരുത്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചില കൈകൾ പിൻവലിക്കപ്പെടട്ടെ.
ദുഷ്ടന്റെ കാലുകൾ പിൻവലിക്കട്ടെ. ഭവനത്തിനു നേരെ വരുന്ന ദുഷ്ടന്റെ കാല് അത് തകർന്നു മാറട്ടെ. യേശു കർത്താവിന്റെ നാമത്താൽ വിശ്വസിച്ച് സ്തുതിച്ചു തുടങ്ങട്ടെ. വിശ്വസിച്ച് കരം തട്ടി ദൈവത്തെ സ്തുതിക്കാം. എന്റെ വീടിന് നേരെ, വ്യക്തിപരമായ ജീവിതത്തിന് നേരെ ഡംബികളുടെ കാല്, ദുഷ്ടന്റെ കൈയ്യ് നീട്ടപ്പെടാതിരിക്കുക. 36-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ ഇന്ന് പകൽ അതിന്റെ പദ്ധതികൾ പൊളിയട്ടെ. ആരാധന ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ റിബല റിഗജ 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 സ്തുതിച്ചു തുടങ്ങട്ടെ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഓ രാജാല ധീരാബാല ഹദാനജ ഹുഡാബാല ധീരാബാല ചൂടാബാല അർത്ഥരാ ദിഗലഗടക ശബ്ദരെ. ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഇവിടെ വെളിപ്പെടുത്തണം. പാപത്തിന്റെ പ്രമാണങ്ങൾ തകർക്കപ്പെടണം. പൈശാചിക പോരുകൾ തകർക്കപ്പെടണം. യേശു കർത്താവിന്റെ നാമം ഇവിടെ ഉയരട്ടെ. ശബ്ദര ഹദഗട ഹദുരിബ റിഗദല. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. നിന്തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. നിന്തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. പാപത്തിനതിനതയിൽ നീ അടിയാനെ നീ വിടുവിച്ചു. പാപത്തിനതിനതയിൽ നീ അടിയാനെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവനരുളിയ രക്ഷയിൽ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. ആയവനരുളിയ രക്ഷയിൽ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾ
കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിരു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളതിലേ. സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളതിലേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിരു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. നിൻ തിരുമേനി അറുക്കപ്പെട്ടു നിൻ രുധിരത്തിൽ വിലയായി വാങ്ങിയതാം. നിൻ തിരുമേനി അറുക്കപ്പെട്ടു നിൻ രുധിരത്തിൽ വിലയായി വാങ്ങിയതാം. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിരു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. പാപത്തിനതിന് നീ അടിയാനെ നീ വിടുവിച്ചു. പാപത്തിനതിനതയിൽ നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയരോടെ രാജ്യത്തിലാക്കിയതാർ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാർ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടു. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടു. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്.
സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ പുകറ്റിടാം മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ പുകറ്റിടാം യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം ഓ യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളതിലേ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളതിലേ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം 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 ഓ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം ഓ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം
Uda bhala dhara dhala dhara dhala dhara dhala dhara dhala. Oh ri baba baba ri ga dhala bhala bhala bauda dhala bauda dhala. Ri ba dhala bauda dhala. Oh riba dhala deva dhala bauda dhala deva dhala vaida bhala. Ekana shamba divana ribala varidala vaida varamdala. Uda varamdala vaida varidala vamdala vauda varigadala vamdala vaida varigadala vamdala vaudava. Oh shana dare dhire dhere 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 dhire dhere. Hibana dhala dhala juda bhala dira bhala. Oh shana digadala andala gala andala vadava. Hibana dhala dhala juda bhala sikkada gala. ശക്തിയോടെ ആത്മാവിൽ പാട് അതരങ്ങൾ ചലിപ്പിച്ച് അഭിഷേകത്തോടെ ശക്തിയോടെ ശബാധാന ചൂടാബാല വൈഡാബലബ ചൂടബലംഗ ശബ്ദന വൗഡാരിബലഗരഗജ ചൂടബലംബല വന്ദന വൗഡാരിബലഗരഗജന വന്ദന വൗഷബലംദന വൗഡ ദീപാധാന ചൂടാമാന സംദാരിബല ജീവന വന്ദന വന്ദന വൗഡവരിഗദനവലവേ ദീപാന ദാല ഗണ്ട ചൂടാബാല ചൂടാദാല നിക്കന ചൂടാബാല ധീരാദാല വൈഡാബാല ശക്തിയോടെ ആത്മാവിൽ പാടി ആത്മാവിൽ പാടി അഭിഷേകത്തോട് അഭിഷേകത്തോട് അഭിഷേകത്തോടെ ഒരു ബാല ശങ്കാരാജ ചൂടാബാല ധീരാബാല ൂടവലംബല വന്ദല വൗഡ ഹേബാല ശിഖാദാല ഹേമാന ശംബാരാജ ഹേബാല വൈഡാബാല ഉഡാബാല ധീരാബാല ശൈലാരാജ ഹേമാന ഹംബോരെ ബേരെ ബേരെ ഗേരെ ധേരെ ശബ്ദല വൗഡ നികാന ശബ്ദല വൗഡ വരിഗദരഗാദഗ നബ്ദല വൗഡ വരിത്തലവ എല്ലാ പോരുകളും അഴിയട്ടെ ആരാധന ഇവിടെ ഉയരുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അഭിഷേകം ജ്വലിക്കട്ടെ ആരാധന മഹത്വം വെളിപ്പെടട്ടെ പരിശുദ്ധാത്മ പകർച്ചയുണ്ടാകട്ടെ ജനത്തിന്റെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗശാന്തി വെളിപ്പെടട്ടെ ക്ഷീണം മാറട്ടെ ബലഹീനതകൾ മാറട്ടെ എല്ലാ പോരുകളും അഴിയട്ടെ Shikatala Thuradala Thiradala Udabala Thirabala Vaidavara ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ജനത്തിന്റെ ഇടയിൽ വീരപ്രവൃത്തികൾ നടക്കട്ടെ ഓ കൃപാവരങ്ങളോടുകൂടി ആരാധന ഉയരട്ടെ ആത്മപ്രവൃത്തി വെളിപ്പെടട്ടെ റബല ദല ദല ധുര ദല ദിഗ ദഗ ശഗ ദിര വൈഡാബാല ജുഡാബാല ദേവാദാല വൈഡാബാല സിഗാദാല ദിഗാദാല ജുഡാബാല ധീരാബാല വൈഡാബാല അന്തര വന്ദന വൈഡവരിക്തര വന്ദനവാദ ശിഖാധാര ജുഡാബാല ഉഡാദാല ശിഖാബാല ജുഡാബാല ഉഡവരഗദ ശബ്ദന വൗഡാ ദീവലജാല ശബ്ദാരാബാല ബാബാബ ഓ ഹല്ലേലൂയ യേശുവേ Hallelujah, hallelujah, hallelujah. Haradala dala dala gashamdale. Ibale bele digara bala baba shaitan del proudava. Chuda dala 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 gasiya. Iba rigambere. Samdale Vira Raja Vaisha Mana Udabala Hadaga Shamdale Chudabala Digana Balagadagas
പരിശുദ്ധാത്മ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം ഉയരട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടോ. ഓ ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ആരാധന അങ്ങേക്ക്, സ്തുതികൾ അങ്ങേക്ക്, പുകഴ്ചകൾ അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, സ്തോത്രം അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, പുകഴ്ചകൾ അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, സ്തോത്രം അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. അത്ഭുതവാനീ യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, ആരാധന 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 ആരാധന. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. ഓ ഹല്ലേലൂയ. വിഭജന ശമനദേ യുഡമനസെക്കനദേ ജിബറിക്കേനി. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം
വെള്ളത്തിൽ നീരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷമായി വിളിച്ചു പറയുന്ന ശബ്ദമാണ്, കുഞ്ഞാടേ, യോഗ്യൻ, 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 മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ. കുഞ്ഞാട് യോഗ്യൻ, ദൈവ കുഞ്ഞാട് യോഗ്യൻ. അതുകൊണ്ട് സ്തുതികൾ ഉയരുന്നു, സ്തോത്രം ഉയരുന്നു, ശബ്ദമുയരുന്നു. ഓ, നമുക്കും ഇവിടെ പ്രത്യാശ പുതുക്കി ശക്തിയോടെ ശബ്ദമുയർത്തി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കൂ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. യേശു കർത്താവ് യോഗ്യനാകയാൽ ശക്തിയോടെ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ചില ആത്മീക ചിന്തകൾ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 36-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുത്തുകാരൻ ആരാണെന്ന് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിശ്ചയമായിട്ടും അതിനകത്തുണ്ട്. ഇതിനകത്തെ പ്രധാന പ്രതിപാദ്യ വിഷയം ആലയത്തിനകത്ത് പുഷ്ടി ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന വിഷയം. അപ്പോൾ തന്നെ ദുഷ്ടൻ്റെ ചിന്ത, ഭക്തൻ്റെ ചിന്ത, രണ്ടാശയങ്ങൾ ഇതിനകത്തിൽ നടത്തിയെടുക്കാൻ കഴിയും. ദുഷ്ടൻ്റെ ചിന്തകളാണ് പ്രാരംഭ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഭക്തൻ്റെ ചിന്തകൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഏതാണ്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ ചിന്തകളെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഓർപ്പിക്കുന്നു. വിശദമാക്കാതെ 36-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ നിന്ന് ചില ആത്മീക ചിന്തകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങൾ കാത്തിരിപ്പ് യോഗമായിരുന്നത് കൊണ്ട് ഈ വചനത്തോട് നീതി പുലർത്തി ചില ചിന്തകൾ ഓർപ്പിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നാം കഴിഞ്ഞ 2 ദിവസവും ആത്മപ്രവർത്തിക്കായി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ഒരുക്കത്തോടുകൂടെ ആയിരുന്നു. പലരെയും കർത്താവ് നിറച്ചു, പലരെയും കർത്താവ് ശക്തിപ്പെടുത്തി. ഈ വായിച്ച സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും ചേർത്ത് പരിശോധിച്ചാൽ 1-2 പദങ്ങൾ ഇങ്ങനെയുണ്ട്. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കൂട്ടരല്ല. അതായത് സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദുഷ്ടന്മാരുടെ ചിന്തകളും പ്രവൃത്തികളും ഓർപ്പിച്ചിരിക്കുന്നത്. അവരല്ല ആലയത്തിലെ പുഷ്ടി അനുഭവിക്കുന്നത്. അവർക്കൊരിക്കലും ആലയത്തിലെ പുഷ്ടി അനുഭവിപ്പാനായിട്ട് കഴിയത്തില്ല. ഒരു നന്മയും പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ ചിന്ത, ആലയത്തിൽ എന്തുണ്ട്? പുഷ്ടിയുണ്ട്. സ്തോത്രം. അടുത്തത്, പുഷ്ടി അവർ അനുഭവിക്കുക മാത്രമല്ല, തൃപ്തി പ്രാപിക്കുന്നു. അപ്പൊ ആലയത്തിനകത്തെന്തുണ്ട്? ആലയത്തിനകത്തെന്തുണ്ട്? പുഷ്ടിയുണ്ട്, തൃപ്തിയുമുണ്ട്. സിമ്പിൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അങ്ങയുടെ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട്, തൃപ്തി അടയുന്നു. അതാണ് അതിൻ്റെ സിമ്പിൾ ട്രാൻസ്ലേഷൻ. നാം ആരാധനയ്ക്ക് വരുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് വിരുന്നുണ്ണാൻ. വിരുന്നുണ്ണുകയും വേണം, തൃപ്തി പ്രാപിക്കുകയും വേണം. സ്തോത്രം പറയാമോ?
അപ്പൊ ദൈവത്തിൻ്റെ ആലയത്തിൽ വിരുന്നുണ്ട്, പുഷ്ടിയുണ്ട്. പുഷ്ടി പ്രാപിക്കുക മാത്രമല്ല, സ്തോത്രം, തൃപ്തി പ്രാപിച്ച് മടങ്ങണം. ഈ ആരാധന തൃപ്തി പ്രാപിച്ച് മടങ്ങണം, ഒരു സംതൃപ്തിയോടെ മടങ്ങണം. ഞാൻ ആദ്യ ഭാഗം ഇന്ന് അധികം വിശദമാക്കത്തിൽ ഏതെങ്കിലും ഒരു ഭവന പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലെ തൃപ്തി എന്നുള്ള വിഷയം ദൈവാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ പറയാം. ഇന്ന് അതിന് രണ്ടാം ഭാഗമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസം കാത്തിരിപ്പ് യോഗമായിരുന്നത് കൊണ്ടും എൻ്റെ ഉള്ളിൽ ആ നിലകളിലാണ് ഒരു ആത്മപ്രേരണയുള്ളത് ഞാൻ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ പരാമർശ വിഷയമായതുകൊണ്ട് 2 പദം പറയാം. ആർക്ക് തൃപ്തിയുണ്ട്, ആർക്ക് തൃപ്തിയില്ല, അത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു സംതൃപ്തിയുമില്ല, ഒരു സന്തോഷവുമില്ല. ചിലർ ആലയത്തിൽ വന്നാലും ഉറക്കം തൂങ്ങി ഇരുന്നേച്ച് പറയും, വെറുതെ വന്നിരുന്ന് പോയി. അത് ആരുടെയും കുഴപ്പമല്ല, നമ്മെ ഉറക്കിക്കളയുന്ന പൈശാചിക തലമാണ്. ഒരു തൃപ്തിയും പ്രാപിക്കാതെ മടങ്ങിപ്പോകും. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നരകത്തിൽ പോകാനായിട്ട് ആഗ്രഹമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലും എഴുന്നേറ്റ് നിന്നെന്ന് പറഞ്ഞ പോലെ ഉറങ്ങിയിരുന്നേച്ച് എന്തോ കേട്ടാലും എഴുന്നേക്കുകയും സ്തോത്രം പറയുകയൊക്കെ ചെയ്യും. എന്നാൽ ആലയത്തിൽ വരുന്നത് തൃപ്തി പ്രാപിക്കാനാണ്, ആലയത്തിൽ വരുന്നത് പുഷ്ടി പ്രാപിക്കാൻ. ആ 2 പദം എന്നോട് ചേർന്നെന്ന് പറയാമോ? പുഷ്ടി പ്രാപിക്കണം, തൃപ്തി പ്രാപിക്കണം. തൃപ്തി, വയറ് നിറഞ്ഞു പോകണം. നല്ല ആഹാരം കഴിച്ച ഒരു സംതൃപ്തി ഇല്ലേ? ആലയത്തിൽ വന്നവരങ്ങനെ വേണം മടങ്ങുവാനായിട്ട്. നിങ്ങൾ എക്ലേഷ്യാസ് ഒന്ന് എടുത്തേ. എക്ലേഷ്യാസ് എന്താ? സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എക്ലേഷ്യാസ് ചാപ്റ്റർ 5 വേഴ്സ് 10. ദ്രവ്യപ്രിയന് ശ്രദ്ധിച്ചേ. അപ്പൊ തൃപ്തി വരാത്ത ഒരു കൂട്ടരുണ്ട്. അതാരാ? ദ്രവ്യപ്രിയനാണ്. രണ്ടാമത് പറയുന്നു, പുള്ളിക്ക് ഐശ്വര്യമായി എല്ലാം പ്രിയം, പക്ഷേ അവൻ ആദായം കിട്ടിയിട്ടും ചിലർക്കങ്ങനെ എന്തോ കിട്ടിയാലും തൃപ്തി വരത്തില്ല. എന്തോ കിട്ടിയാലും കർത്താവ് എന്തെല്ലാം തന്നു, ദൈവം നൽകിയത് ഓർത്താൽ, കൈപിടിച്ച് നടത്തിയത് ഓർത്താൽ, ഉള്ളങ്കരത്തിൽ വഹിച്ചത് ഓർത്താൽ, നടത്തിയത് ഓർത്താൽ, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ളത് പോലെ അകൃത്യങ്ങളെ കണക്കിടാതെ, ഓർമ്മ വയ്ക്കാതെ, ചിലയിടത്തൊക്കെ അപമാനിക്കാതെ, ചിലയിടത്തൊക്കെ നമ്മെ നിന്ദാപാത്രമാക്കാതെ ദൈവം നമ്മെ മാനിച്ചതോർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കും? ജീവിതത്തിൽ എന്തെല്ലാം തൃപ്തിയാതെന്ന്. എന്നാൽ ചിലർക്ക് എത്ര കിട്ടിയാലും തൃപ്തിയില്ല. അതെല്ലാ കൂട്ടത്തിലും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട്, വിശ്വാസികളുടെ കൂട്ടത്തിലും ഉണ്ട്, എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ട്. എന്തോ കിട്ടിയാലും തൃപ്തി വരത്തില്ല. എന്തോ നല്ല ഭക്ഷണം കിട്ടിയാലും പുള്ളിക്ക് എന്താ തൃപ്തിയില്ല. എല്ലാത്തിനും ഒരു കുറ്റം പറച്ചിൽ. അങ്ങനെയുള്ളവരുണ്ട്. അത് അവരുടെ ഉള്ളിലെ ആ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ്. എന്നാൽ ആർക്ക് തൃപ്തി ഉണ്ടാകും? പ്രോവേർബ്സ് ചാപ്റ്റർ 19 വേഴ്സ് 23. പ്രോവേഴ്സ് ചാപ്റ്റർ 19 വേഴ്സ് 23, സദൃശ്യവാക്യം 19-ാം അധ്യായം 23-ാമത്തെ വാക്യം. കേട്ടോ, എന്തൊരു വാക്യമാ അത്! ആ വാക്യം കണ്ടോ? സദൃശ്യം 19:23. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഭാഗം വിശദീകരിക്കത്തില്ല, മറ്റൊരു ദിവസം ഞാൻ വിശദീകരിക്കും ഇത് ആലയത്തിലെ തൃപ്തി എന്നുള്ള വിഷയം. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? ഒരു കൂട്ടർക്ക് തൃപ്തി ഇല്ലാതിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്ന അതാരാണ്? യഹോവ ഭക്തിയുള്ളവർ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്. യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവന് തൃപ്തനായി വസിക്കും, അനർത്ഥം പോലും അവന് നേരിടുകയില്ല. സ്തോത്രം പറ മക്കളെ. അപ്പോൾ ആരാ തൃപ്തനായി വസിക്കുന്നേ?
യഹോവ ഭക്തൻ തൃപ്തനായി വസിക്കും. പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഫിലിപ്പിയർ 4:12-13 ഒക്കെ വായിക്കുമ്പോൾ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. സന്തോഷത്തോടിരിപ്പാൻ, സമൃദ്ധിയിലിരിപ്പാന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന് എല്ലാം ഞാൻ ശീലിച്ചിരിക്കുകയാണ്. എല്ലാം ഞാൻ ട്രെയിൻഡാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പറയുകയാണ്, ഫിലിപ്പിയർ 4:12 വാക്യമൊക്കെ ചേർത്ത് പരിശോധിച്ചാൽ അവിടെ ഇങ്ങനെ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവ പൈതലിന് പറയാൻ കഴിയേണ്ടത് എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. താഴ്ചയിലിരിപ്പാൻ, സമൃദ്ധിയിലിരിപ്പാൻ, വിശന്നിരിപ്പാൻ, ദാഹിച്ചിരിക്കാൻ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുക. എല്ലാം ഞാൻ ശീലിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആരാധനാലയത്തിലൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ ഇരുന്നാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടും. പക്ഷെ ഗ്യാസ് ഊറ്റി മേടിക്കാൻ ഇപ്പം അവിടെ പോയി 2 മണിക്കൂർ ക്യൂ നിന്നാൽ, റേഷൻ കടയുടെ മുൻപിൽ പോയി 2 മണിക്കൂർ ക്യൂ നിന്നാൽ, മാവേലി സ്റ്റോറിന് മുൻപിൽ പോയി 2 മണിക്കൂർ ക്യൂ നിന്നാൽ, മറ്റ് സപ്ലൈക്കോയോ മറ്റ് ഇതര സ്ഥാപനങ്ങളോ ഏതെങ്കിലും നിലയിൽ ഉള്ളിടത്ത് പോയി ക്യൂ നിന്നാൽ നോ വറീസ്, എന്തോ ഉത്സാഹത്തോടാ. ഇനി ബിവറേജിൻ്റെ മുൻപിലാണല്ലോ, അത് പിന്നെ നമ്മളില്ല, എന്നാലും എന്തോ ഒരു ശാന്തമായിട്ട് അവിടുത്തെ ക്യൂ, ഒരു വഴക്കുമില്ല. പക്ഷേ ആലയത്തിലെങ്ങാണുവാണല്ലോ 10 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കൂ ഇവിടെ, അതിനുള്ളിൽ നമ്മൾ ഇരുന്ന് കഴിയും. എന്നാൽ ഇതേ ആളുകൾ 2 മണിക്കൂർ മാവേലി സ്റ്റോറിൻ്റെയോ ഗ്യാസ് ഓഫീസിൽ ചെന്ന് നോക്കണം, റോഡി വരെ ക്യൂ ആയിപ്പം. ക്ഷീണമില്ല, അവിടെ നിന്നുകൊണ്ട് പറയുക ഞാൻ എല്ലാം എന്ത് ചെയ്യുക, ശീലിച്ചിരിക്കുക. എൻ്റെ കാലിലൊന്നും ഇപ്പം എന്തില്ല, പ്രശ്നമില്ല. പ്രിയരേ, ദൈവഭക്തിയുള്ളവൻ തൃപ്തനായി വസിക്കും. ഇന്ന് പകൽ ചിലർ തൃപ്തരായിട്ട് മടങ്ങണം, തൃപ്തരായിട്ട് മടങ്ങണം. ഞാൻ ആ ഭാഗം അവിടെ നിർത്തിക്കൊണ്ട് എവിടുന്നാ തൃപ്തി വരുന്നതെന്ന് പറയാം. അതാ ഇന്നത്തെ പ്രധാന വിഷയം. എവിടുന്നാ നമുക്ക് തൃപ്തി വരുന്നത്, എവിടുന്നാണ് തൃപ്തി വരുന്നത്? അതാണ് രണ്ടാമത്തെ ഭാഗം. 2 പദങ്ങൾ ഞാൻ പറയാം. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ആനന്ദ നദി തൻ്റെ ഭക്തനെ ആലയത്തിൽ വസിക്കുന്നവർക്ക് കർത്താവ് നൽകും. അപ്പം ഇവിടെ വരുന്നവർക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്. പുറത്തിവിടെ ചൂടുവെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ വെള്ളത്തിൻ്റെ കാര്യമല്ല, ഇവിടെ വരുന്നവർക്ക് ആനന്ദ നദിയുണ്ട്. അപ്പോൾ തൃപ്തി പ്രാപിക്കുന്നതും ക്ഷീണം മാറുന്നതും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതുമൊക്കെ അതിനുള്ള കാരണം ഒരു ജീവനദിയുണ്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? അപ്പം ജീവനദി ഉള്ളത് കൊണ്ട് ജീവനദിയിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും? ജീവനദിയിൽ നിന്ന് കോരിക്കുടിക്കുവാനായിട്ട് കഴിയും. ഈ ജീവനദി എവിടുന്നാ വരുന്നത്? ഈ ജീവനദി വരുന്നത്, അതാണ് 9-ാം വാക്യത്തിലെ ആദ്യത്തെ പദം. ജീവനദി എവിടെ ഉള്ളത്? ദൈവത്തിൻ്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ദൈവത്തിൻ്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്. വറ്റിപ്പോകാത്ത ഒരു ഉറവ, സംതൃപ്തി തരുന്ന ഒരു ഉറവ. അത് കുടിച്ചാൽ ആരോഗ്യം പ്രാപിക്കും, അത് കുടിച്ചാൽ ചൈതന്യം പ്രാപിക്കും, അത് കുടിച്ചാൽ സംതൃപ്തി പ്രാപിക്കും, അത് കുടിച്ചാൽ ചൈതന്യം വരും. അതുകൊണ്ട് ആ ലേഖയിൽ ഒരു കുഴി പിളരുമാറാക്കിയപ്പോൾ ശിംശോൻ ക്ഷീണിച്ചിരുന്നപ്പോൾ അത് കുടിച്ചു താൻ ചൈതന്യം പ്രാപിച്ച്
പിന്നത്തേതിൽ ശക്തിപ്പെട്ട് വീര്യപ്രവൃത്തികൾ ചെയ്തുവെന്ന് നാം കാണുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആത്മനിയോഗത്താൽ പറയട്ടെ, ദൈവത്തിൻ്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ തൃപ്തി വരുത്തുന്ന ഉറവയുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ തൃപ്തി വരുത്തുന്ന ഉറവയുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ തൃപ്തി വരുത്തുന്ന നദിയുണ്ട്. ഹല്ലേലൂയ. ആ നദി എന്ന് പകൽ ഇവിടുന്ന് പൊട്ടിപ്പുറപ്പെടണം. നമ്മിലേക്കൊന്ന് ഒഴുകി വരണം. നമ്മിലേക്കൊന്ന് ഒഴുകി വരുവാനായിട്ടിടയായി തീരണം. കടലിനോട് ചേർന്ന് നിന്നാൽ ഓളം വന്ന് തിരമാല വന്ന് നമ്മുടെ മേത്തേക്ക് മടിക്കും. എന്നാൽ ബക്കറ്റിനകത്ത് പാത്രത്തിനകത്ത് വെള്ളം കോരി വെച്ചേച്ച് ബക്കറ്റിലെ വെള്ളത്തിനകത്ത് തിരയടിക്കത്തില്ല. ഇന്ന് പകൽ ആത്മനദി ഇവിടെ ഒഴുകുമ്പോൾ കടലിനകത്ത് കിടക്കുന്ന വെള്ളത്തെ പോലെ ചേർന്നു നിന്നാൽ ജീവന്റെ ഉറവ് പ്രാപിച്ച് ആലയത്തിൽ സംതൃപ്തി പ്രാപിച്ച് മടങ്ങിപ്പോകുവാനായിട്ടിടയായിത്തീരും. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് സ്തുതിക്കാമോ? വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആലയത്തിലെ തൃപ്തിയും ആലയത്തിലെ സംതൃപ്തിയും ഇന്ന് പകൽ അനുഭവിച്ചു വേണം ഇവിടെ നിന്ന് മടങ്ങുവാൻ. ദൈവത്തിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടോ? ഉണ്ടോ? ഉണ്ടോ മക്കളെ? ഉണ്ടോ? ജീവന്റെ ഉറവുണ്ടോ ദൈവത്തിന്റെ പക്കൽ? എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട്? ഞാൻ ഇങ്ങനെ പറയാൻ, ക്ഷീണം മാറ്റുന്ന ഉറവ, രോഗം മാറ്റുന്ന ഉറവ, തൃപ്തി വരുത്തുന്ന ഉറവ്, അഭിഷേകം നൽകുന്ന ഉറവ്, ജീവൻ പകരുന്ന ഉറവ്, പുതുക്കം നൽകുന്ന ഉറവ്. എത്ര പേര് സ്തോത്രം പറയും? പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നിയന്ത്രണം പരിശുദ്ധാത്മാവിനാണ്. യേശുവിന്റെ വാക്ക് ഞാൻ കടമെടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം 10-ാമത്തെ വാക്യം, ദി ഗോസ്പൽ ഓഫ് ജോൺ chapter 4 verse 10. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ ഈ വെള്ളം എവിടെ ഉള്ളത്? ഈ വെള്ളം എവിടെ ഉള്ളത്? യേശുവിന്റെ കരങ്ങളിലുണ്ട്. ശമരിയ സ്ത്രീയോട് പറയുന്നു, നീ ദൈവത്തിന്റെ ദാനം. എല്ലാവരും എന്നോട് ചേർന്നെന്ന് പറയാമോ? നീ ദൈവത്തിന്റെ. ഞാൻ ഈ പല വണ്ടിയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഗോഡ്സ് ഗിഫ്റ്റ്. നമ്മുടെ കാറയിലൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ചിലപ്പം ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? നീ ആ ദൈവത്തിൻ്റെ ദാനം. യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ ദാനം. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും. അടുത്ത പദം, അവൻ ജീവനുള്ള വെള്ളം. ഓ ശബറബധരധിര. അവൻ ജീവനുള്ള വെള്ളം നിനക്ക്. അപ്പം ദൈവത്തിന്റെ പക്കൽ ജീവനുള്ള വെള്ളമുണ്ടോ? നദി കുടിക്കാൻ തയ്യാറാക. ദൈവത്തിന്റെ പക്കൽ ജീവനുള്ള വെള്ളമുണ്ട്, ഉറവയുണ്ട്. പക്ഷെ അത് കുടിക്കാൻ തയ്യാറാകണം. ആലയത്തിൽ അനുഗ്രഹമുണ്ട്, ആലയത്തിൽ തൃപ്തിയുണ്ട്, ആലയത്തിൽ പുഷ്ടിയുണ്ട്. ഒന്ന് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുക, ഒന്ന് അതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒന്ന് സ്തോത്രം പറയുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. തയ്യാറാകുമ്പോഴാണ് നാം അറിയാതെ ഈ ഉറവ നമ്മിലേക്ക് ഒഴുകി വരുവാൻ ഇടയായിത്തീരും. അത് ശരീരത്തിൻ്റെ ബലഹീനതകളെ മാറ്റും, അത് ശരീരത്തിൻ്റെ രോഗങ്ങളെ മാറ്റും, അത് ശരീരത്തിൻ്റെ ക്ഷീണങ്ങളെ മാറ്റും. ഈ ഉറവ് നമ്മളിലേക്ക് പകരും.
അപ്പോൾ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും. അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും. 7-ാം അധ്യായം കൂടെ ഒന്ന് എടുക്കണം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. എല്ലാവരും ബൈബിൾ ഒന്നെടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 37 ഓൺവേഴ്സ്. ദാഹിക്കുന്നവന് മുഴുവൻ വെള്ളം. ഒന്ന് പറയാമോ? ഇപ്പം ഈ വെള്ളം ആർക്കേ ഉള്ളൂ മക്കളെ? വെള്ളം ആർക്കേ ഉള്ളൂ? വെറുതെ ഇരിക്കുന്നവർക്കില്ല. Those who thirsty. ആർക്കാ ദാഹമുള്ളത്? ആർക്കാണ് വിശപ്പുള്ളത്? ആർക്കാണ് ഒരാഗ്രഹമുള്ളത്? ഒന്ന് പ്രാപിക്കണമെന്നുള്ള ഒരാഗ്രഹം. ഈ നദി എന്നിലേക്കൊന്ന് ഒഴുകണമെന്നുള്ള ആഗ്രഹം, എനിക്കൊന്ന് പ്രാപിക്കണമെന്നുള്ള ഒരാഗ്രഹം. ദാഹിക്കുന്നവനെല്ലാം വരട്ടെ. വന്നാൽ ഇങ്ങനെ വായിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എവിടെ നിന്ന്? അടുത്ത പദം കൂടെ പറയുമ്പോൾ ഞാൻ വിശദമാക്കാം. വായിച്ചേ. അപ്പൊ ഈ നദി എന്താണ്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ആത്മനദിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തോ കൊടുക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതിനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് ഇന്ന് പകൽ ചിലർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നദി ഇവിടെ വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്നിലേ കൊഴുകണമേ, എന്നിലേ കൊഴുകണമേ, എന്നിലേ കൊഴുകണമേ. തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് നൽകുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ നദി അതൊഴുകും, അതൊഴുകും, അതൊഴുകും. ഇന്ന് പകലത് സംഭവിക്കും, ഇന്ന് പകലത് സംഭവിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന നദി. ഹല്ലേലൂയ പറയാൻ എത്ര പേര് തയ്യാറാകുന്നു? സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാകുന്നു? അപ്പൊ ഈ നദിയിലേക്ക് ഇറങ്ങുന്നതും നടത്തപ്പെടുന്നതും പരിശുദ്ധാത്മശക്തി അനുഭവിക്കുന്നതും ആരാണ്? തന്നിൽ വിശ്വസിക്കുന്നവര്, ആലയത്തിൽ വന്നിരിക്കുന്നവര്, ആഗ്രഹത്തോടെ വന്നിരിക്കുന്നവര്. കർത്താവ് പറഞ്ഞ ആശയം ഇങ്ങനാണ്: തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ഔട്ട് ഓഫ് ഹിസ് ബെല്ലി എന്ന് പറഞ്ഞാൽ അവന്റെ ആമാശയത്തിനകത്ത് നിന്ന്, വയറ്റിനകത്തു നിന്ന് എന്തോ പോകും, ജീവജലത്തിന്റെ നദി ഒഴുകും. സ്തുതിച്ചുകൊണ്ടിരുന്നോ? ചിലരിന്ന് പകൽ അഭിഷേകത്താൽ നിറയണം, അന്യഭാഷയിൽ ആരാധിക്കുവാൻ ഇടയായിത്തീരണം, തൃപ്തിപ്പെട്ട് മടങ്ങുവാനായിട്ട് ഇടയാകട്ടെ. ദൈവാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ, കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ആരും മുഖം വീർപ്പിച്ചു, ആരും വേദനപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കരുത്. കർത്താവേ, തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന, അവർക്ക് വേണ്ടി കൊടുക്കുന്ന ആ ആത്മനദി, ആ ആത്മനദി, ആ ആത്മാവിന്റെ പ്രവാഹം ഇവിടെയൊന്ന് വ്യാപരിക്കണം. ആ പ്രവാഹം ഇവിടെയൊന്ന് ചലിക്കണം. ആത്മതലം ഇവിടെയൊന്ന് വെളിപ്പെടണം. അത് എന്നിലേക്കൊന്ന് ഒഴുകണം. പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് പ്രവൃത്തി വെളിപ്പെടും.
ഉള്ളിൽ നിന്ന് കർത്താവ് ഇത് പറയുമ്പോൾ ശലോമോൻ പണിത ദൈവാലയത്തെ സാക്ഷി നിർത്തി അതിൻ്റെ ഓർമ്മകളെ വെച്ചുകൊണ്ടുകൂടാണ് പറയുന്നത്. വിശദമാക്കുന്നില്ല. 2 ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, എടുക്കണ്ട. 1 രാജാക്കന്മാരുടെ പുസ്തകം 7:26 മുതൽ 2 ദിനവൃത്താന്തം 4:5 മുതലൊക്കെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 Chronicles chapter 4 verse 5, 1 King chapter 7 verse 26 അതിനെ തുടർന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ശുശ്രൂഷകന്മാർക്ക്, പുരോഹിതന്മാർക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആലയം പണിതപ്പോൾ അവിടെ വലിയൊരു താമ്രക്കടലുണ്ടാക്കി. ഈ താമ്രക്കടൽ എന്തിൻ്റെ പുറത്താ വെച്ചിരിക്കുന്നതെന്നറിയാമോ? അറിയാവുന്നവർ പറ. അയ്യോ, 2 കാളയുടെ പുറത്തിത് വെച്ചിരിക്കുകയാണ്. 3000 ബത്ത് വെള്ളം, ഏകദേശം 1,00,000 ലിറ്റർ വെള്ളം, അതിൽ 2000 ബത്ത് വെള്ളം ഈ താമ്രക്കടലിലേക്ക്, തൊട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ 3000 ഒഴിച്ച് 2000 മേളിൽ നിൽക്കും. ഈ കാളയുടെ അകത്ത് 1000 ബത്ത് വെള്ളം പോകും. അതാ 3000. ഒരിടത്ത് 2000. അതാ കണക്കിലെ പെശക്. മൊത്തം ഒഴിക്കുന്നത് 3000. എന്നാൽ മേളിൽ നിൽക്കുന്നത് 2000. കൈ കഴുകുവാൻ ശ്രദ്ധിച്ചേ, ഈ കാളയുടെ വായിൽ നിന്ന് വരുന്ന വെള്ളം ചാപ്പിലൂടെ വരുന്നത് പോലെ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടുകൂടെ യേശു പറഞ്ഞത്, അതെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, അകത്തു നിന്ന്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, പുറത്ത്, കാളയുടെ പുറത്ത് വെച്ചിരിക്കുന്ന ആ താമ്രക്കടലിന്റെ അകത്തു നിന്ന് കാളയുടെ വയറിനകത്തേക്ക് ഇതാ വെള്ളമൊഴുകി അതിന്റെ വയറ്റിനകത്തൂടെ പുറത്തേക്ക് വരുന്നത്. അത് പാനം ചെയ്യുമെങ്കിൽ സ്വർഗീയ ഉറവ തുറന്നു വിടുമ്പോ പരിശുദ്ധാത്മ നദി പാനം ചെയ്ത് ഇന്ന് പകൽ തൃപ്തി അടയുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു തൃപ്തി പ്രാപിക്കുവാൻ, ചൈതന്യം പ്രാപിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. പരിശുദ്ധാത്മ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നു. അടങ്ങിയിരിക്കണ്ട, അടങ്ങിയിരിക്കണ്ട. ആ നദി ഒന്ന് പാനം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് ആ നദി ഇവിടെ ഇന്ന് പകൽ ഒഴുകണം. ആ നദി ഇവിടെ ഒഴുകണം. നമ്മുടെ ഉള്ളിൽ നിന്നത് പുറപ്പെടണം. നമ്മളിലേക്ക് അത് വന്ന് അത് പുറപ്പെടുവാനായി ഇടയായി തീരണം. ധാരാളം നദികളെ കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, ഉൽപ്പത്തി 3 തുടങ്ങുന്ന നദി വെളിപ്പാട് 22 വന്ന് അവസാനിക്കുമ്പോൾ വിവിധ നദികളെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി 3-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക്, 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു പദമുണ്ട്, തോട്ടം നനപ്പാൻ. അപ്പം നദി എന്തിനാ? നദി എന്തിനാ? പുത്തൂർ സഭയെ ഒരു ഡ്രൈ ആയ തോട്ടമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉണങ്ങി വരണ്ട തോട്ടമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു നനവുള്ള തോട്ടമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് ആത്മനദി ഒഴുകി നനവുണ്ടാകണം. എല്ലാവരും നനയപ്പെടണം. എല്ലാവരും നനയപ്പെടണം. ഉണങ്ങിയിരിക്കരുത്. ഞാൻ ചിലരെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അത്ര ക്ഷീണിച്ചായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്ന് പാസ്റ്റർ ശുശ്രൂഷ അനുഗ്രഹിക്കണം ജാഗരിച്ച് രാത്രി മുഴുവൻ എന്ത് ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ അല്പം അങ്ങ് ക്ഷീണിച്ച് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ,
സ്തോത്ര. ആത്മനദി ഒഴുകുന്ന കാര്യം പറയുമ്പോൾ ചത്തേ ചതഞ്ഞ എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടത് ഒറ്റ നദി. ഒരു നദി എന്തിനാ പുറപ്പെടുന്നറിയാമോ? തോട്ടം നനപ്പ. ഒരു നദി പുറപ്പെടുന്നു, അത് 4 ശാഖയായി പുറപ്പെടുന്നു. 4 ശാഖയുടെ പേരെന്താണെന്നറിയാമോ? പീസോൻ, അറിയാവുന്നൊരു പറ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. 4 വലിയ അർത്ഥങ്ങൾ. ഇന്ന് പകൽ വിശദമാക്കത്തില്ല. പീസോ അത് കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിൻ്റെ അനുഭവത്തെ വിളിച്ചറിയിക്കുന്നതാണ്. ഗീഹോ അത് കവിഞ്ഞു വരുന്ന കൃപകളുടെ അനുഭവത്തെ വിളിച്ചറിയിക്കുന്നതാണ്. വലിയ ശബ്ദത്തോടുകൂടിയുള്ള അനുഭവങ്ങളെ വിളിച്ചറിയിക്കുന്നു. ഫ്രാത്ത് ഫലപുഷ്ടമായ അനുഭവം. ഇതെല്ലാം ആലയത്തിലുള്ളതാ എന്ന് പറഞ്ഞാൽ പീശോൻ ഒഴുകിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് വായിച്ചേ, 2:10 ഉൽപ്പത്തി. ഒറ്റ നദി 4 ശാഖ. അടുത്തത് അത് ഹവീല ദേശമൊക്കെയും. ശ്രദ്ധിച്ചേ, ഹാമിൻ്റെ ദേശം, ശപിക്കപ്പെട്ട ദേശം. ഈ ദേശത്ത് ഈ നദി എന്ത് ചെയ്യുകയാണ്? ചുറ്റുകയാണ്. ഞാൻ ആർക്കിയോളജിക്കൽ തെളിവൊക്കെ എടുത്ത് മുൻപ് എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ നദി ഇന്നും ഉണ്ടെന്നും ഇന്നതിലേക്ക് വരുന്നില്ല, കാരണം ആ വിഷയമല്ല മുഖ്യ വിഷയം. ഇന്നും ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയാം, ഈ നദി ചുറ്റിയപ്പോൾ ഹവീല ദേശം ചുറ്റുന്നു. ആ ദേശത്ത് അയ്യോ, അപ്പം ഈ നദി ചുറ്റിയാൽ എന്തോ ഉണ്ടാകും? തൃപ്തിയുണ്ട്. അവിടെ എന്തോ ഉണ്ടാകും? പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇപ്പം നദി ഒഴുകിയാൽ മേത്തരമായതേ വരത്തുള്ളൂ. നദി ഒഴുകിയാൽ തൃപ്തയായതേ വരത്തുള്ളൂ. നദി ഒഴുകിയാൽ അത്ഭുതമായതേ വരത്തുള്ളൂ. അവിടെ ഗുൽഗുലു ഉണ്ട്, ഗോമേതകമുണ്ട്, ഫ്രാഗ്രൻസ് ആയിട്ടുള്ള സുഗന്ധമായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള കല്ലുകള്. ഇതെവിടെ ഉണ്ട്? ആലയത്തിനകത്തെ കാര്യമാണ്. ഇതെവിടെ ഉണ്ട്? നദി ഒഴുകിയാൽ ജീവന്റെ പരിശുദ്ധാത്മ നദി ഒഴുകിയാൽ അവിടെ എന്തോ ഉണ്ട്? ഗുൽഗുലു ഉണ്ട്, ഗോമേതമുണ്ട്, വജ്ര കല്ലുകളുണ്ട്. ആലയത്തിനകത്തുണ്ട്. ചിലരൊക്കെ രത്നങ്ങൾ പോലെയാകും, ചിലരൊക്കെ സൗരഭ്യം പരത്തുന്നവരാകും. പക്ഷെ എന്തോ ഒഴുകണം. ഗുണമില്ലാതിരിക്കുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? നദി ഒഴുകുന്നില്ല, നദിയിൽ മുങ്ങുന്നില്ല. ദേശത്തേക്ക് നദി മുങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുഖമൊക്കെ ഒന്ന് മാറി. അടുത്ത പദത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അടുത്തത് പീസോൻ നദി, ഗീഹോൻ. അത് ഹവീല ദേശമൊക്കെയും കൂശ് ദേശമൊക്കെയും. ഹവീല ദേശം പീസോനാണല്ലോ. കൂശ് ദേശമൊക്കെ കരിഞ്ഞ മുഖമെന്നർത്ഥം. ഈ കരിഞ്ഞ മുഖം മാറണേൽ എന്തോ ചെയ്യണം? ഹലോ, വരണം, കൃപകൾ പൊഴിയണം, ഇടതമില്ലാതെ ഒഴുകുന്ന പ്രവാഹം. അതാ വാക്യത്തിന്റെ അർത്ഥം. അങ്ങനെയാണ് നദി ഒഴുകിയാൽ എന്തോ ഉണ്ടാകും? കൂശ് ദേശം ചുറ്റുമെന്ന് പറഞ്ഞാൽ കരിഞ്ഞ മുഖം. കരിഞ്ഞ മുഖം മാറണേൽ എന്തോ വേണം? ഈ മുഖമൊക്കെ വാടിയിരിക്കുന്ന എന്താണെന്നറിയാമോ? ആരാധനയ്ക്ക് വന്നാലും ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? കൈ കൊട്ടുന്ന ആരാധനയ്ക്ക് വന്നാൽ ചത്തേ ചതഞ്ഞ് ഒരു നനവും ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങി കരിഞ്ഞ് പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ ഉപവസിക്കാതെ ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ ഇരിക്കും. ഞായറാഴ്ച വന്നേച്ച് തൂങ്ങി. സ്തോത്രം. ഇതല്ല, കൂശ് ദേശം ചുറ്റുമെന്ന് പറഞ്ഞാൽ കരിഞ്ഞ മുഖമൊക്കെ മാറണം. ഈ ആരാധന എല്ലാ കരിഞ്ഞ മുഖം മാറട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ ബലഹീനതകളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ, ദൈവം വ്യാപരിക്കട്ടെ. ഇത് വിശദമാക്കുന്നില്ല. വലിയ ശബ്ദമുണ്ടാകും. അതാ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായത്. പരിശുദ്ധാത്മാ പ്രാപിച്ചപ്പോൾ വലിയ ആത്മപകർച്ച ഉണ്ടായി. വലിയ കൊടിയ കാറ്റടിക്കുന്ന പോലെയുള്ള അനുഭവം ഉണ്ടായി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കൊടിയ കാറ്റിനകത്ത് അടിക്കണം. ആരാധനയുടെ ശബ്ദം മുഴങ്ങി അത്ഭുതങ്ങൾ സംഭവിക്കണം. അത് ഫലമുള്ളതാകണം. ഫ്രൂട്ട്സ് എന്താ? ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്തുവാ? ആത്മാവിന്റെ ഫലങ്ങൾ എന്തുവാ?
സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത്രയും മിടുക്കരാച്ച ഇവിടെ ഉള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ നദി ഒഴുകിക്കഴിഞ്ഞാൽ അത് ഫ്രാത്തായിട്ടും തിരിയെന്ന് പറഞ്ഞാൽ ഫലമുള്ളതാകും. കരമുയർത്തി പറഞ്ഞേ, ഫലമുള്ളതാകും, 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 ഫലമുള്ളതാകും. യേശു കർത്താവിൻ്റെ നാമത്തിൽ. മക്കളെ, പാടുന്നവരിങ്ങോട്ടൊന്ന് വന്നേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഇന്ന് പകൽ ഒരു നദി ഒഴുകണം. സ്വോത്രം പറയുന്ന എത്ര പേരുണ്ട്? ചിലർ ഫലമുള്ളതാകണം, ചിലരുടെ കരിഞ്ഞ മുഖം മാറണം. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി, അത് കരിഞ്ഞാണോ ഇരിക്കുന്നെന്ന് നോക്കി. ചിലർ കരിഞ്ഞായിരിക്കുന്നത്. അടുത്തിരിക്കുന്ന മുഖം ഒന്ന് നോക്കച്ചാ, മുഖത്തോട്ട് നോക്കിക്കേ, കരിഞ്ഞാണോ ഇരിക്കുന്നതെന്ന് നോക്ക്. സ്വോത്രം. ചില മുഖമൊക്കെ കരിഞ്ഞായിരിക്കുന്നത്, വാടിയായിരിക്കുന്നത്, ഐശ്വര്യം പോലും ഇല്ല. ആരാധനയ്ക്ക് വന്നിട്ടും ഒരൈശ്വര്യമില്ല, ഒരു സന്തോഷവുമില്ല, മുഖമെല്ലാം കൂടെ കരിഞ്ഞു വാടിയിരിക്കുക. ഒരു ഫലവുമില്ല, ഒരു സ്നേഹമില്ല, ഒരു സന്തോഷമില്ല, സമാധാനമില്ല, ഒരു ദയയില്ല, ഒരു പരമാരം കാണുന്നില്ല, ഒരു ദീർഘക്ഷമ കാണുന്നില്ല, ഒരു സ്വസ്ഥത കാണുന്നില്ല, ഒരു ഇന്ദ്രിയജയം കാണുന്നില്ല. നദി ഒഴുകാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് എങ്ങനെ? വന്നല്ലോ, പെട്ടല്ലോ, 12 വരെയൊന്ന് ഇരിക്കണമല്ലോ, ഇങ്ങനെയൊക്കെ പറയില്ല. പൊട്ടിപ്പുറപ്പെടട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ജീവന്റെ ഉറവിവിടെ പൊട്ടിപ്പുറപ്പെടണം. ദൈവത്തിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്, അത് ചലിക്കണം. ദൈവത്തിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്, അത് ചലിക്കണം. ദൈവത്തിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്, അത് പ്രവർത്തിക്കണം. ദൈവത്തിന്റെ പക്കലെ ജീവന്റെ ഉറവ്, ദൈവത്തിന്റെ പക്കലെ ജീവന്റെ ഉറവ് പൊട്ടിപ്പുറപ്പെടണം. യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, ചലിക്കട്ടെ, ചലനമുണ്ടാകട്ടെ. ആ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറും. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെ വേണം പോകേണ്ടതെന്നറിയോ? ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് വേണം പോകാൻ, ആലയത്തിൽ നന്മ പ്രാപിച്ച് വേണം പോകാൻ, ആലയത്തിൽ എത്തിച്ച് വേണം പോകാൻ. അത് ഒഴുകാൻ പോവുക. ഒഴുകുവോ? ഒഴുകും. എഗസ്കേൽ 47 പഠിക്കുമ്പോൾ 3, 4, 5 വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെങ്ങനെയാണ് കാണുന്നത്. അത് നദി അങ്ങോട്ട് ഒഴുകി. അഭിഷേകം നരിയാണി അഭിഷേകം, പിന്നെ മുട്ടോളമുള്ള അഭിഷേകം, പിന്നുള്ള അഭിഷേകം അരയോളമുള്ള അഭിഷേകം, പിന്നുള്ള അഭിഷേകം നീന്തിയിട്ടല്ലാതെ കടലിൽ അഭിഷേകം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. 47, 3, 4, 5 വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കാൻ സമയങ്ങൾ എടുക്കുന്നില്ല. അവിടെ ഇങ്ങനെ കാണുന്നത്, ആലയത്തിലെ നദി ഒഴുകി, അത് ചെന്നു, അത് പ്രവഹിക്കാൻ തുടർന്നപ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അത് നരിയാണിയോളമായി, വിച്ച് മീൻസ് ഇവിടെ വരെ. ചില അഭിഷേകം ഇവിടെ വരെ ഉള്ളൂ. അവരാണ് എങ്ങനെ ഇരിക്കുന്നത്? ചിലർ അഭിഷേകം ഇവിടെ ഉള്ളൂ, ചിലർ അഭിഷേകം ഇവിടെ വരെ ഉള്ളൂ. ഇങ്ങനെ എനക്കൊന്നുമില്ല, വെള്ളത്തിൽ കൂടി ഈസി ആയിട്ട് എന്തെങ്കിലും. അപ്പോൾ എനിക്കും സൈറ്റാനും ഒക്കെ അത് തിരിച്ചറിയാൻ പറ്റും. ഞങ്ങളൊക്കെ പടിഞ്ഞാറ് വെള്ളത്തിൽ ജനിച്ചവരും വെള്ളത്തിൽ നീന്തുന്നവരും ഏത് വെള്ളം അത് ചടി നടക്കുന്നവരും ഒക്കെയാണ്. ഭയങ്കര വെള്ളത്തിൽ ഞങ്ങളൊക്കെ നീന്തുന്നവരായിരുന്നു. എന്നാൽ ഇത്രയായ ഞങ്ങളുടെ മൃഗി ഇത്രയും വന്നാച്ചാ പറ്റുമോ? തലവടിയില്ല. ഞങ്ങളുടെ നാട്ടിലെ കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരാൾ ആ ആറ്റി വീണ് ചത്തുപോയി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, പാവം. അതിന് പറ്റി അവരുടെ ചർച്ചിലെ തലവടി ചർച്ചിൽ മുമ്പത്തെ ആഴ്ച ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ്റെ കുഞ്ഞ് ജെയ്സൺ മരണപ്പെട്ടു. അതേ ആറ്റിൽ എന്ന് പറഞ്ഞാൽ അവിടെ വീണാൽ രക്ഷയില്ല. പ്രിയരേ, ആ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരെ ദൈവം ആശ്വസിച്ചു. ഞാൻ ഇടയ്ക്ക് അതൊന്ന് പരാമർശിച്ചെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയായ നിൽക്കത്തില്ല, കാര്യം പറഞ്ഞു പോകും. ഇത് അഭിഷേകത്തിൻ്റെ നരിയാണിയോളം മുട്ടോളം ആരെങ്കിലും പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അഭിഷേകം, നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അഭിഷേകം. ആമേ. ഞാനേ കുഞ്ഞെ ചലിക്കുന്ന എല്ലാ പ്രാണി അതോട് പറയാൻ പോവുകയാണ്. ആ വാക്യം പറഞ്ഞേച്ച്, ഓ ജീസസ്, ഇപ്പോഴും മയക്കം വരുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ്. ആമേൻ. ഇത് പറയുമ്പോഴും ക്ഷീണമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നേച്ച് അതേ അധ്യായത്തിൽ ഒരു വാക്യം ഒന്ന് വായിക്കണം. അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. ആ 9 വായിച്ചേ. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണി വെള്ളം വന്നിട്ടുണ്ടാകും. ഞാൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, പരിശുദ്ധാത്മ നദി ഒഴുകി ഇതിനകത്ത് പുതിയ കുടുംബങ്ങൾ വരണം. ചില പുതിയ കുടുംബങ്ങൾ വരണം. കസേര എക്സ്ട്രാ മേടിക്കണം. ഈ ഹോൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ എന്നാ സ്വോത്രമായിരുന്നു ഇത്. അങ്ങോട്ട് പോട്ടെന്നേ, സ്നാനക്കുളം വരെ പോട്ടെ.
പിന്നെയും വേണ്ടി വന്ന ഇങ്ങോട്ട് നീട്ട്, അതിന് വേണ്ടി വന്ന സ്നാനക്കുളം വേറെ പണിയാവുന്നേ, ഇതങ്ങോട്ട് നീട്ടിക്കൊടുക്കുന്നേ. സ്വോത്രം പറ. പിന്നെയും വേണ്ടി വന്ന പിന്നടിയച്ച് അങ്ങോട്ട് ഇറക്കാവുന്നേ. ഓ, വിശ്വസിച്ച് സ്വോത്രം പറയുന്നേ. ആത്മനദി ഒഴുകിയാൽ അതിനകത്ത് മത്സ്യം ഉണ്ടാകും, മീനുണ്ടാകും. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണി ഉണ്ടാകും. ആ, ചലിക്കുന്ന പ്രാണി ഉണ്ടാകുന്നേ. ഓ, ചലിക്കുന്ന പ്രാണി ഉണ്ടാകും, മത്സ്യങ്ങൾ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ നന്മ തടയുന്ന പോരുകൾ അഴിയട്ടെ. ചില മത്സ്യങ്ങൾ ജനിക്കട്ടെ നിന്റെ കൂടാരത്തിനകത്ത്. യേശുവിന്റെ നാമത്തിൽ മത്സ്യങ്ങൾ ജനിക്കട്ടെ, മീനുകൾ ജനിക്കട്ടെ. ജീസസ്, in the name of Jesus. ഒരു നിമിഷം കൂടെ ഒന്ന് ശാന്തമാകണമേ. ഞാൻ 2 പദം പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന് പാടി ആരാധിക്കണം. ഞാനൊരു 5 മിനിറ്റ് ആഗ്രഹിക്കുന്ന ആരാധിക്കാം. പക്ഷെ എനിക്കറിയത്തില്ല പിടിച്ചാൽ നിൽക്കുമോ. ആത്മനിയോഗം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരും. സ്തോത്രം. ജനം ആരാധിച്ചോണം. 2 പദം കൂടെ പറഞ്ഞ് നിർത്തുക. എസ്കേൽ 47:12 യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിൽ ഒരു പദമുണ്ടല്ലോ, യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി പദം. യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി 19:34 ശ്രദ്ധിച്ചേ. ഇപ്പോൾ വായിച്ച 47:12 ഒന്ന് വായിച്ചേ. ആഹാ, വെള്ളം ചെന്നാൽ സകലവിധ വൃക്ഷങ്ങളും. അടുത്തത്, ഇല വാടില്ല. കരിഞ്ഞ മുഖമൊക്കെ എന്തുകൊണ്ടാ വരുന്നത്? വെള്ളമില്ലാത്തോണ്ടാ. ആരാധന ഡ്രൈ ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ഉണങ്ങിയിരിക്കുന്നത്. വെള്ളമൊന്നുമില്ല, ചുവട്ടിലൊന്നുമില്ല. പരിശുദ്ധാത്മ നദിയുടെ അഭിഷേകമില്ല, വെള്ളമില്ല. വെള്ളം എങ്ങനെ ഇരിക്കും? ഇല വാടത്തില്ല. അടുത്തത്, ഓ എന്തോ ഒരു വട്ടം വിട്ട് സൂക്ഷിക്കാൻ മാത്രം സഭയ്ക്കകത്ത് വന്നവരെന്തോ ഉണ്ടാകണം. അപ്പൊ ഫലമില്ലാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഹലോ, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് എന്തോ ഉണ്ട്? ഫലമുണ്ട്. കരമുയർത്തി സൂക്ഷിച്ചേ. പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് ഫലം ഉണ്ടാകും. എങ്ങനെ പോകണ്ട കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ഇതിനെ കൊണ്ടുവന്നുള്ളൂ. പുത്തൂർ സഭ അതിന് തെളിവാകട്ടോ. പുത്തൂർ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ആരെങ്കിലും കാര്യം പറഞ്ഞാൽ ദൈവമക്കൾ ഒന്നിച്ചു നിന്ന് കാര്യങ്ങൾ നടത്തും. ദൈവമക്കൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കും. കാരണം പരിശുദ്ധാത്മാവിന്റെ നദി ഉള്ളത് കൊണ്ടാ. ഈ നദി ഉള്ളത് കൊണ്ട് എന്താ ഉണ്ടാവും? അരിഞ്ഞു പോകില്ല, ഫലമുണ്ടാകും. അടുത്തത്, മാസം തോറും പുതിയ എല്ലാം പറഞ്ഞേ. ഓരോ മാസം പുതിയ ഫലം. ഈ മാസം പറഞ്ഞ സ്തോത്രം അടുത്ത മാസം പറയേണ്ടത്, ഈ മാസം പറഞ്ഞ അന്യഭാഷയിൽ പറയേണ്ടത്. ഈ വചനത്തിനൊരു വെളിപ്പാടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ റെവലേഷൻ 22 സഭ എടുക്കപ്പെട്ടു. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞു. 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. പുത്തനാം യെരൂശലേം അന്ന് നമ്മളായിരിക്കും. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? യെരൂശലേമിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസം? പുത്തനാം യെരൂശലേമിൽ എത്തുമെന്ന് എത്ര വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവിടെ കർത്താവിനോട് ഒരുമിച്ചായിരിക്കും പുത്തനാം യെരൂശലേം. അവിടെ എന്തോ ഉണ്ടെന്നറിയാം. അതിന്റെ വെളിയില് 22:1 മുതൽ വായിക്കുമ്പോൾ കാണുന്ന വെളിപ്പാട് പുസ്തകത്തില് അയ്യോ, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അപ്പം ഇവിടെ ഈ നദിയിൽ ഇറങ്ങിയാൽ അവിടെ ചെന്ന പുത്തനാം യെരൂശലേമിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ വെളിയിലും എന്തോ ഉണ്ട്. ഓ സ്വതന്ത്ര, അതൊന്നും വിശദമാക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ 19 ഞാൻ പറഞ്ഞല്ലോ, ഒരു 34-ാമത്തെ വാക്യത്തിൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തവും വെള്ളവും ഈ വിളിക്കുന്നത് അവസാനത്തുള്ള വരെ മാനവജാതിയുടെ പാപത്തിന് വരുത്തുക ചാടി പുറപ്പെട്ടു. ആ വെള്ളവും രക്തവും നമ്മുടെ പാപത്തിന് വരുത്തുവാനായിരുന്നെങ്കിൽ ശ്രദ്ധിക്കൂ, അവന്റെ പക്കൽ എന്തോ ഉണ്ട്, ജീവന്റെ ഉറവുണ്ട്. വിലാപുറത്ത് കുത്തിയപ്പോൾ ചങ്കിനകത്ത് നിന്ന് രക്തം പുറപ്പെട്ടു.
ചങ്കിനകത്ത് നിന്ന് വെള്ളം പുറപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ രക്തവും വെള്ളവും പൊട്ടിപ്പുറപ്പെട്ടെങ്കിൽ ഈ രക്തം പുറപ്പെട്ടത്, ഈ രക്തം നിന്നെ ജീവിക്കണം, ഈ രക്തം നമ്മെ ഉണർത്തുന്നതാ, ഈ രക്തം കൈവം മാറ്റുന്നതാ, ഈ രക്തം ഫലം തരുന്നതാണ്, ഈ രക്തം അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ്, ജീവന്റെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്തം 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 ഒഴുകട്ടെ ഒഴുകട്ടെ ഒഴുകട്ടെ, നദി ഒഴുകട്ടെ നദി ഒഴുകട്ടെ നദി നദി ഒഴുകട്ടെ, കരിഞ്ഞ മുഖങ്ങൾ മാറട്ടെ. ഈ നദിയിൽ ഒന്ന് ഇറങ്ങാൻ നദിക്കുന്ന എത്ര പേരുണ്ട്? കരിഞ്ഞ മുഖമൊക്കെ മാറും, വാടിയ മുഖം ഫലമില്ലാതെ വരത്തേയില്ല. അവൻ ഞാൻ ചേർത്ത് ഇങ്ങനെ ആത്മാവിനെ പ്രാപിച്ച നന്മയുടെ പ്രാപിക്കും, പ്രമോഷനൊക്കെ വരും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അത്ഭുതങ്ങൾ കാണും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ വിടുതലുകൾ കാണും. കുറിച്ചു വെച്ച ചില പ്രമോഷനുകൾ ഒരുക്കും, ചില പുതിയ വഴികൾ ദൈവം ഒരുക്കും. ആത്മാവിനെ പ്രാപിക്കുന്നവരെ ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ. ദൈവമക്കളെ, ഒരു 2 മിനിറ്റ് എനിക്കൊന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് ആരാധിക്കണം. ആരാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്നു, അല്ലാത്തവർ ഇരുന്നാൽ മതി. ഒന്ന് കഴിച്ച്, കാരണം ഈ നദിയിലോട്ട് ഇറങ്ങാൻ പോവല്ലേ, ക്ഷീണമൊക്കെ മാറണ്ടേ, ആ കരിഞ്ഞ മുഖമൊക്കെ ഒന്ന് മാറണ്ടേ. ആമേൻ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെ ഒന്ന് തട്ടി നമുക്കിങ്ങനെ പാടണം. ആമേൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ഇരുന്നോ കേട്ടോ, 4 വയസ്സുള്ള അമ്മച്ചിയാ. സ്വത്രം ഇരുന്നോ അമ്മച്ചി, കഥ തരട്ടെ. സ്വത്രം ഒന്ന് കരമൊന്ന് അടിച്ചേ, കണ്ണുകൾ അടച്ച്, ഇവിടെ ആരെയും ശ്രദ്ധിക്കേണ്ട. ആ കരിയൊക്കെ മാറണം, പ്രാർത്ഥിച്ചേ. വാടിയതൊക്കെ മാറണം, ചില ഫലം പുറപ്പെടുവിക്കണം, ചില ഫലം ഉണ്ടാകണം, ചില ചൈതന്യം വരണം, അനുഭവങ്ങൾ അനുഗ്രഹമായി വരണം. ഒന്ന് കരമടിച്ച് 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 കരിഞ്ഞ മുഖങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ദൈവപ്രഭ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇടലുകൾ വെളിപ്പെടട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, ജീവന്റെ ഉറവ് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ഉറവ് പീസോൻ ഗിഹോൻ ഹിദ്ദക്കേൽ ഫ്രാദ് നദി ചെല്ലുമ്പോൾ ഹാവില ദേശം, ഹാമിന്റെ ദേശം, ശാപങ്ങൾ മാറട്ടെ. നദി ചെല്ലുമ്പോൾ കൂശു ദേശം ചുറ്റുന്നു, കരിഞ്ഞ മുഖം മാറട്ടെ. നദി ചെല്ലുമ്പോൾ വലിയ ശബ്ദങ്ങൾ, നദി ചെല്ലുമ്പോൾ ഫലഭൂഷ്ടമായ അനുഭവങ്ങൾ, ഫലങ്ങൾ. നദി ചെന്ന് ഫലമില്ലാതിരിക്കത്തില്ല. കരങ്ങൾ ചലിപ്പിച്ച്, അതരങ്ങൾ ചലിപ്പിച്ച്, ശക്തിയോട് ശക്തിയോട് ദൈവത്തെ ആരാധിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. 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 ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യ
നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചം ഉണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനാദി കടപ്പാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനാദി കടപ്പാൻ. നീട്ടല്ലാതെ കടപ്പം വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീട്ടല്ലാതെ കടപ്പം വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. പെന്തക്കോസ്തു നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. 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 നീട്ടല്ലാതെ കടപ്പയാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീട്ടല്ലാതെ കടപ്പയാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീട്ടല്ലാതെ കടപ്പയാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. അസാധ്യമേ വഴി മാറും യേശുവിൻ നാമത്തിന. അസാധ്യമേ വഴി മാറും യേശുവിൻ നാമത്തിന. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറും യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറും യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക 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 യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറും 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 യേശുവിൻ നാമത്തിനാൽ.
അസാധ്യമേ മാറുക മാറും യേശുവിനാലിനാൽ അസാധ്യമേ മാറുക മാറും യേശുവിനാലിനാൽ അസാധ്യമേ കഴിഞ്ഞ മുഖങ്ങൾ മാറട്ടെ, ശാപത്തിന്റെ കണികകൾ മാറട്ടെ.